ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിന്നൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. ക്യാരറ്റ് സേമിയ പാൽപ്പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വിഷുവൊക്കെ വരെയല്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8-9 ക്യാരറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ക്യാരറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് അത്ര എടുത്തത്. വലുതാണെങ്കിൽ നിങ്ങളൊരു 4 ക്യാരറ്റ് എടുത്താൽ മതി. അത് ഞാൻ ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 7-8 ഏലക്കായ ഇതുപോലെ ഒന്ന് കീറിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടാണ്. ഒരു 10-20 കാഷ്യൂനട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് മധുരം പിടിക്കാനായിട്ട്, ക്യാരറ്റിലൊക്കെ ഒന്നൊരു മധുരം പിടിക്കാനായിട്ട് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്യാരറ്റും ഈ കാഷ്യൂനട്ടൊക്കെ ഒന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് വിസിലടിച്ച് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഒരു 3 വിസിലിനൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഒരു 3 വിസിൽ വന്ന ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ശേഷം പ്രഷറൊക്കെ പോയ ശേഷം ഞാൻ കുക്കറിൻ്റെ മൂടി തുറന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വെക്കണം. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ചവ്വരി ആവശ്യമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണും ചവ്വരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുതിർത്ത് വെച്ചത് വെള്ളത്തോടുക്കൻ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ഒരു നല്ല പശപശപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ പശപശപ്പൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോനെ വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ള കളറൊക്കെ ഒന്ന് പോയി ഒന്ന് ക്ലിയറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വെള്ളമൊക്കെ ചൂടുവെള്ളം ഒന്ന് അരിപ്പയിലൂടെ അഴിച്ച് മാറ്റിയിട്ട് പച്ചവെള്ളം കൊണ്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് സേമിയ വറുത്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ ഇടുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൗളിന് ഒരു 1.5 ബൗൾ, അതായത് ഒരു 1.5 കപ്പ് സേമിയ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറുത്ത സേമിയ ആണെങ്കിലും വറുക്കാത്ത സേമിയ ആണെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വറുക്കാത്ത സേമിയ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അതിപ്പോൾ ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊന്ന് നല്ലപോലെ ചേഞ്ചായി വരുന്നത് വരെ നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ വറുത്ത സേമിയാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ പോലും കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്നങ്ങ് ചൂടാക്കി എടുക്കുന്നത് നല്ലതാട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ പായസത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതപ്പോൾ നമ്മുടെ സേമിയൊക്കെ കളർ ചേഞ്ചായി ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് പായസം വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഒരു 3 പാക്കറ്റ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ ഗ്ലാസ്സിനാണ്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാലൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്റ്റീൽ പാത്രങ്ങളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ എന്തായാലും കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഈ പാലിൽ നിന്ന് കുറച്ച് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 രൂപയുടെ പാൽപ്പൊടി ഇതുപോലെ ആ പാലിൽ ഇതുപോലെ കലക്കിയിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. പാൽപ്പായസമൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പാൽ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളയ്ക്കാറായി വരുന്ന സമയത്താണ് ഞാൻ ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ പഞ്ചസാര ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സേമിയ വെന്ത് കിട്ടൂല. അപ്പോൾ സേമിയ ഒരു 80% വെന്ത് വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ആ സേമിയ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതപ്പോൾ നമ്മുടെ സേമിയ ഒരു 80% വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചവ്വരി നമ്മൾ വേവിച്ച് ഊറ്റിയ ശേഷം 2-3 തവണ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകി ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴും നല്ല അതിൻ്റെ പശപശപ്പൊക്കെ പോയിട്ട് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ചവ്വരി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ഞങ്ങൾ തിളച്ച് വന്നാൽ മാത്രം മതി. അതിന് പിന്നെ വേവാനായിട്ടൊന്നുമില്ല, നമ്മൾ വേവിച്ചതാണല്ലോ. ഈ സമയത്താണ് ഇതിലേക്ക് ക്യാരറ്റും കാഷ്യൂനട്ടും കൂടി അരച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ ഇത്രയും നേരം മധുരത്തിന് ആവശ്യമായിട്ടൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല.
അപ്പോൾ ക്യാരറ്റ് വേവിക്കുമ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 100 ഗ്രാമിൻ്റെ ചെറിയ ടിന്നാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മധുരം ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം മധുരമാണ് ഇതിന് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. പായസത്തിന് ഞങ്ങൾക്ക് അത്ര മതിയെന്ന് വിചാരിച്ചിട്ടാണ് അത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം പായസത്തിനൊക്കെ കുറച്ച് അധികം തന്നെ വേണം എന്നുള്ളവർക്ക് പഞ്ചസാരയുടെ അളവോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവോ ഒക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. ഈ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിത് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. ഒന്ന് നല്ലപോലെ തിളപ്പിച്ച് വറ്റിക്കുകയും ചെയ്യരുത്. കാരണം നമ്മളിതിലേക്ക് ക്യാരറ്റും കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട്, പിന്നെ ചവ്വരി ചേർത്തിട്ടുണ്ട്, സേമിയ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇരുന്ന് ചൂടാറുമ്പോൾ ഒരുപാട് കുറുകി വരും. അപ്പോൾ ചെറിയൊരു തിക്നെസ്സിൽ തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഈ ഒരളവിൽ പായസം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 10 ആൾക്ക് കഴിക്കാനുള്ള പായസം ഉണ്ടാവും. പിന്നെ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള പാത്രങ്ങളായിരിക്കണം കേട്ടോ. കഴുകി ക്ലീൻ ആക്കിയിട്ടുള്ള പാത്രങ്ങളായിരിക്കണം, അല്ലെങ്കിൽ പാലൊഴിക്കുന്ന സമയത്ത് പിരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ പാൽപ്പായസം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നുകൂടി കുറുകി വരും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പായസം വറവിട്ട് കൊടുക്കുക. അതിനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന നെയ്യിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെ ഒന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയുന്നില്ല. അത് നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളർ ചേഞ്ചായി വന്ന സമയത്ത് മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുന്തിരി ചേർത്ത് കൊടുത്ത ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കാരണം അത് പെട്ടെന്ന് തന്നെ അത് വീർത്ത് കളറൊക്കെ മാറി വരും. അത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ഈ നെയ്യോട് കൂടി തന്നെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു അടിപൊളി കളർ തന്നെ ഇതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ, ഒന്നങ്ങ് ആറിയ ശേഷമാണ് ഞാനത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഒന്നങ്ങ് കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഈ പായസം ഒരുപാട് കുറുകിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പാല് തിളപ്പിച്ച് ഒഴിച്ച് ഒന്നങ്ങ് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് ഏലക്കായ ചേർത്തത് കൊണ്ടാണ് പിന്നെ പായസത്തിലേക്ക് ഏലക്കായപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഈ വിഷുവിനൊക്കെ പായസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം കേട്ടോ. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.